ആരൊക്കെയാണ് മഹറം? 7 വിഭാഗം ആളുകൾ രക്തബന്ധത്തിലൂടെ മഹറമായിട്ടുണ്ടാകും. 7 വിഭാഗം ആളുകൾ. അതുപോലെ തന്നെ 4 വിഭാഗം ആളുകൾ മുസാഹറത്തിലൂടെ വൈവാഹിക ബന്ധത്തിലൂടെ മഹറമായിട്ട് പറ്റും. പിന്നെ റവായിലൂടെ സ്ഥിരപ്പെടും. നസബിലൂടെ സ്ഥിരപ്പെടുന്നതൊക്കെ റവായിലൂടെയും മുലകുടി ബന്ധത്തിലൂടെയും സ്ഥിരപ്പെടും. അതാരൊക്കെ എന്നുള്ളത് പറയാം. ഒരു യാത്രയ്ക്ക് മഹറമായി കൂടെ കൊണ്ടുപോകാവുന്ന ആളുകൾ ഏതൊക്കെ തരക്കാരാണ്? 1 അൽ ഉസൂൽ, വാപ്പ വല്ലിപ്പ, ഇങ്ങനെയുള്ളവർ. ഒരു സ്ത്രീക്ക് വാപ്പാണ്, അല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പയോ ഉമ്മാന്റെ വാപ്പയോ അല്ലെങ്കിൽ അവരെ വാപ്പയോ, ഇങ്ങനെയുള്ളവര് മഹറമാണ്. സ്വന്തം വാപ്പാന്റെ കൂടെ, വല്ലിപ്പാന്റെ കൂടെ, ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ ഇങ്ങനെയൊക്കെ പോകാവുന്നതാണ്. ഇത് ഉസൂല്. രണ്ടാമത്തേതാൽ ഫുറൂഅ്. ഫുറൂഅ് എന്ന് പറഞ്ഞാൽ മക്കളാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വന്തം മക്കളെ കൂടെ പോകാം, അല്ലെങ്കിൽ മക്കളെ മക്കൾ പേരക്കുട്ടികളെ കൂടെ പോകാം. പേരക്കുട്ടികളെ പറഞ്ഞാൽ അബ്നാഉൽ ബനാത്ത്, പെൺകുട്ടികളുടെ ആൺകുട്ടികളായാലും മതി. മകളെ മകനുണ്ട്, 10-25 വയസ്സുള്ളവനാണ്, മകളെ മകനാണ്, അവന് ഹജ്ജിന് പോയിട്ട് മതി, കുഴപ്പമില്ല. മകളെ മകൻ, മകന്റെ മകൻ, മകൻ, ഇതൊക്കെ മതി. ഇതാണ് രണ്ടാമത്തേത്, ഫുറൂഇൽപ്പെടുന്നത്. മൂന്നാമത്തേത് അൽ ഇഖ്വ, സഹോദരന്മാര് മഹ്റമുകളാണ്. സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പത്തെ സഹോദരൻ, അത് ഷഖീഖാണ്. ഇഖ്വത്തുൻ അശിഖ, അതല്ലെങ്കിൽ വാപ്പ മാത്രമൊത്ത സഹോദരനാണ്, അല്ലെങ്കിൽ ഉമ്മ മാത്രമൊത്ത സഹോദരനാണ്. എന്നുവെച്ചാൽ ഉമ്മ വഴിക്കുള്ള സഹോദരനാണ്, വാപ്പ വേറെയാണ്. അല്ലെങ്കിൽ വാപ്പ വഴിക്കുള്ള സഹോദരനാണ്, ഉമ്മ വേറെയാണ്. അല്ലെങ്കിൽ ഉമ്മയും വാപ്പയൊത്ത സഹോദരനാണ്. ഇങ്ങനെയുള്ള ഒരു സഹോദരനായാലും മതി. അല്ലെങ്കിൽ അമാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പാന്റെ സഹോദരന്മാർ, പിതൃവ്യന്മാർ എന്ന് വെച്ചാൽ വാപ്പാന്റെ ജ്യേഷ്ഠനോ അനുജനോ. അത് ആ വാപ്പാന്റെയും അയാളെയും ഉമ്മി വാപ്പി ഒന്നാകാം, അല്ലെങ്കിൽ വാപ്പ മാത്രം ഒത്തതാകാം, അല്ലെങ്കിൽ ഉമ്മ മാത്രം ഒത്തതാകാം, കുഴപ്പമില്ല. അഞ്ചാമത്തേത് അൽ അഖ്വാൽ, അമ്മാവന്മാര് അഥവാ ഉമ്മാന്റെ ആങ്ങളാര്, അമ്മമാരുടെ കൂടെ അവർ മഹറമായിട്ട് പരിഗണിക്കും. അത് അഹ്വാലുകൾ പൂർണ്ണ രൂപത്തിലുള്ള അഹ്വാലുകളാകാം, ഉമ്മാന്റെയും ആ അമ്മോന്റെയും ഉമ്മി വാപ്പി ഒന്നാകാം, അല്ലെങ്കിൽ ആ അമ്മോൻ ഉമ്മാന്റെ ഉമ്മ വഴിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഉമ്മാന്റെ വാപ്പ വഴിക്ക് മാത്രമുള്ള ഹാലാണ്, അത് കുഴപ്പമില്ല. ഇവരൊക്കെ മഹറമായിട്ട് തന്നെയാണ് പരിഗണിക്കുക. ആറാമത്തേത് അബ്നാഉൽ ഇഖ്വ, സഹോദരന്റെ പുത്രന്മാര്. എന്നുവെച്ചാൽ അമ്മായിക്ക് എനിക്ക് അമ്മായിന്റെ കൂടെ അമ്മായിന്റെ മഹറമായിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന അർത്ഥം. അമ്മായിനെ സംബന്ധിച്ചിടത്തോളം അമ്മായിന്റെ ആങ്ങളന്റെ കുട്ടിയാണ് ഞാൻ. ആങ്ങളമാരുടെ കുട്ടികൾ, ആ കുട്ടികളെ നിന്റെ കുട്ടിയാണെങ്കിലും ശരി, അത് താഴത്തേക്ക് വൈനന്തൽ എത്ര ഇറങ്ങിയാലും അത് മഹറമായിട്ട് തന്നെയാണ് പരിഗണിക്കുക. അതുപോലെ തന്നെ ഏഴാമത്തെ വിഭാഗം അബ്നാഉൽ അഖവാത്ത്, സഹോദരിമാരുടെ ആൺകുട്ടികൾ. ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ അനുജത്തി, ആ ജ്യേഷ്ഠത്തിന്റെ അല്ലെങ്കിൽ അനുജത്തിയുടെ പ്രായപൂർത്തി തികഞ്ഞ ഒരു ആൺമകനുണ്ട്, അവനെ മഹറമാക്കാൻ കുഴപ്പമില്ല. ഇങ്ങനെ 7 വിഭാഗം നസബിലൂടെ, രക്തബന്ധത്തിലൂടെ മഹറമായി, അത് തഹരീമൻ തൗബീദിയൻ ഏത് നിലക്കും അവര് വിവാഹ നിഷിദ്ധമായിട്ടുള്ള മഹറമുകളാണ്. അവരോടൊപ്പം ഹജ്ജിന് പോകാം, അവരോടൊപ്പം യാത്ര പോകാം, യാതൊരു കുഴപ്പമല്ല. ഇതൊരു വഴിക്ക് കഴിഞ്ഞത്. ഇനി രണ്ടാമത്തേത് മുസാഹറ. ഇതൊക്കെ നസബാണ്, രക്തബന്ധത്തിലൂടെയുള്ള മഹറമുകളാണ്. ഇനിയുള്ളത് വൈവാഹിക ബന്ധത്തിലൂടെ നമുക്ക് ആരെയൊക്കെ മഹറമായി സ്വീകരിക്കാം. അത് 4 പേരാണ്. ആ 4 പേരിൽ 3 ഒരവസ്ഥയിലും അവസാനത്തത് വേറൊരവസ്ഥയിലുമാണ്. ഞാൻ പറയാം. ഒന്ന് അബ്നാഉ സൗജിൽ മർഅ. അബ്നാഉ സൗജിൽ മർഅ, ഒരു സ്ത്രീ, അവരെ ഒരാൾ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ചിട്ടുള്ള അവരുടെ ഭർത്താവിന് വേറെ സ്ത്രീയിൽ മക്കളുണ്ട് എന്ന് വിചാരിക്കുക. ഇവരുടെ മകനല്ല, പക്ഷെ ഭർത്താവിന് വേറെ സ്ത്രീയിലുള്ള മക്കളാണ്, ആൺകുട്ടികളാണ്. അവര് വിവാഹബന്ധത്തിലൂടെ ഇവർക്ക് മഹറമായി തീരും. അവര് കൂടെ പോന്നാലും യാത്ര സാധൂകരിക്കാവുന്ന യാത്രയാണ്. ഭർത്താവിന് മറ്റ് ഭാര്യമാരിലുണ്ടായിട്ടുള്ള ആൺകുട്ടികൾ. രണ്ടാമത്തേത് ആബാഉ സൗജിൽ മർഅ, ഒരു സ്ത്രീയുടെ അമ്മോഷൻ. അമ്മോഷൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വാപ്പ, ഭർത്താവിന്റെ വാപ്പാന്റെ വാപ്പ, അങ്ങനെയുള്ള വൈകുന്നേരം അത് എത്ര അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. ഇത് വൈവാഹിക ബന്ധത്തിലൂടെ ലഭിക്കുന്ന ഒരു മഹറമാണ്. അപ്പൊ 2ആയി. ഇതൊക്കെ അഖദുൻ നിക്കാഹ് നടന്നു കഴിഞ്ഞാൽ മഹറമായി തീർന്നു. വിവാഹ ബന്ധം നടന്നാൽ മതി. വിവാഹബന്ധമല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധം നടക്കേണ്ടത് ഇതിൽ ആവശ്യമില്ല.
അതുപോലെ തന്നെ അസ്വാജു ബനാത്തിൽ മർഅ, മരുമക്കൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ആൺകുട്ടികൾ, വിവാഹം ചെയ്ത് പോയിട്ടുള്ള ആളുകൾ അഥവാ മരുമക്കൾ എന്ന് നമ്മൾ പറയും. മരുമക്കളുടെ കൂടെ പോകാം. അപ്പൊ ഇതിലൊക്കെ ആരോ ഒന്ന് എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു, അമ്മായിമാർക്ക് ഞാൻ മഹറമായിട്ട് പോകാൻ പറ്റുമോ എന്ന് ആരോ എന്നോട് ചോദിച്ചിരുന്നു. അത് മുസാഹറത്തിലൂടെ മഹറമീയത്ത് വരുന്ന രംഗമാണ് ശറഅ് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ 3 കാറ്റഗറിക്കും അഖദുൻ നിക്കാഹ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി 4ാമത്തെ ഒരു വിഭാഗം പറയുന്നു, അസ്വാജു ഉമ്മഹാത്തിൽ മർഅ ബിഹൈസു ലാ തസ്ബുത്തുൽ മഹ്റമിയ്യത്തു ഇല്ലാ ബിൽ വസ്ൽ. അസ്വാജു ഉമ്മഹാത്തിൽ മർഅ, ഒരു സ്ത്രീയുടെ ഉമ്മാനെ കല്യാണം കഴിച്ചിട്ടുള്ളവർക്ക് എളാപ്പന്മാര് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം. ഉമ്മാനെ കല്യാണം കഴിച്ചിട്ടുള്ളവർക്ക് എളാപ്പ എന്നല്ലേ പറയണത്? ആണ്, എളാപ്പന്മാര്. പക്ഷെ എളാപ്പ പറയുമ്പോ വാപ്പാന്റെ സഹോദരൻ എന്നുള്ള അർത്ഥത്തിൽ കണക്കാക്കരുത്. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഉമ്മാനെ കല്യാണം കഴിച്ചു. ഈ സ്ത്രീയുടെ ഒപ്പമല്ല, വേറൊരാൾ ഈ സ്ത്രീയുടെ ഒപ്പം മരിച്ചുപോയി അല്ലെങ്കിൽ തലാഖ് ചൊല്ലിപ്പോയി, പിന്നെ ഉമ്മാനെ വേറൊരാൾ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാനെ കല്യാണം കഴിച്ചിട്ടുള്ള ആ ഭർത്താവ്, ഉമ്മാനെ കെട്ടിയിട്ടുള്ള ആ എളാപ്പ ഈ പെണ്ണിന്റെ മഹറമാകും. ആകണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. എന്താണ് നിബന്ധന? തസ്ബുത്തുൽ മഹ്റമിയ്യത്തു ബിൽ വസ്ൽ. അവര് വെറും അഖദുൻ നിക്കാഹ് മാത്രം പോരാ, വസ്ൽ ജിമാഅ് തന്നെ നടക്കേണ്ടതാണ്. അപ്പൊ 4 മുസാഹറത്തിലൂടെ വന്നു. അപ്പൊ 7 4 11 മഹറമുകളെ നമുക്ക് കിട്ടി. 11 ഇനം മഹറമുകളെ കിട്ടി. ഇതാണ് ഹജ്ജിനോ അല്ലെങ്കിൽ മറ്റ് ഹജ്ജല്ലാത്ത കാര്യങ്ങൾക്കോ വേണ്ടി നമ്മൾ യാത്ര പോകുമ്പോൾ മഹറമായിട്ട് കൊണ്ടുപോകാവുന്ന ആളുകൾ. ഇനി അതിനു പുറമെ മുലകുടി ബന്ധം നമ്മുടെ നാട്ടിൽ അത്ര സാർവത്രികമല്ല. വളരെ അപൂർവമായി ചില കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്. മുലകുടി ബന്ധത്തിലൂടെ നസബിൽ സ്ഥിരപ്പെട്ട ബന്ധങ്ങളൊക്കെ സ്ഥിരപ്പെടും. അത് വേറെയും കാര്യങ്ങളാണ്.